ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്. ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ. നമ്മളുടെ ബിടെക് മെഡിസി ചാനലിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക് വീഡിയോസ് അപ്ലോഡഡ് ആണ്. മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോസിനെ എങ്ങനെ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് ഓർഡറിൽ വാച്ച് ചെയ്യണം, അതിൻ്റെ കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് ഓൾ വീഡിയോസും എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഓരോ ടോപ്പിക്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഈസി അണ്ടർസ്റ്റാൻഡബിൾ വേയിലാണ് ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നമ്മളെ ചാനലിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ 1-ൽ 34 വീഡിയോസ്, മോഡ്യൂൾ 2-ൽ 26 വീഡിയോസ്, മോഡ്യൂൾ 3-ൽ 17, 4-ൽ 10 ആൻഡ് 5-ൽ 25, അങ്ങനെ ടോട്ടൽ 112 വീഡിയോസ് നമ്മൾ അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇത്രയും വീഡിയോസിൻ്റെ നമ്പർ കണ്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വീഡിയോസും അത്ര ലെന്തിയർ വീഡിയോസ് അല്ല. അതും ഓരോ ടോപ്പിക്സിനെ ആണെങ്കിൽ ഓരോ സെറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ചില മോഡ്യൂൾസിൻ്റെ ടോപ്പിക്ക് നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മോഡ്യൂൾ 1. അപ്പോൾ മോഡ്യൂൾ 1 ഒരു ബേസിക് ആയിട്ടുള്ള മോഡ്യൂളാണ്. മോഡ്യൂൾ 1 നന്നായിട്ട് പഠിക്കണം, കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് ഫർദർ മോഡ്യൂൾസിൽ വരും. അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിൽ 34 വീഡിയോസ് മോഡ്യൂൾ 1-ൽ വന്നിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ഫുൾ കോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും ആണ്. മെയിനായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ വരും. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് അനാലിസിസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതിൻ്റെ കൂട്ടത്തിൽ സാമ്പിളിംഗ് പ്രോസസ്, നൈക്വിസ്റ്റ് റേറ്റ് അതും വരുന്നുണ്ട്. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് DTFT അതിൻ്റെ അനാലിസിസ് ആണ് മെയിൻ ടോപ്പിക്സ്. അതിൻ്റെ കൂടെയും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് വരുന്നുണ്ട്. മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് അനാലിസിസ്. ഇങ്ങനെയാണ് നമ്മളുടെ മോഡ്യൂളിൽ 5 മോഡ്യൂൾസ് ആയിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തായാലും മോഡ്യൂൾ 1 മസ്റ്റായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. മോഡ്യൂൾ 2-ൽ 2 ട്രാൻസ്ഫോംസ്. അപ്പോൾ ആ ട്രാൻസ്ഫോംസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ലേറ്റർ സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ മോഡ്യൂൾ 2-ൽ പഠിച്ച 2 ട്രാൻസ്ഫോംസിൻ്റെ അനാലിസിസ് ആണ് മോഡ്യൂൾ 3-ൽ വരുന്നത്. അപ്പോൾ ഈ അനാലിസിസ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ് അനാലിസിസിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളതും ലേറ്റർ സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. പിന്നെ ഈ സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത് ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സാമ്പിളിംഗ് തിയറം, അതുപോലെ അതിൻ്റെ പ്രൂഫ് ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈക്വിസ്റ്റ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ മോഡ്യൂൾ 4-ൽ DTFT ആൻഡ് അനാലിസിസ്, മോഡ്യൂൾ 5-ൽ ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് അനാലിസിസ്. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു മോഡ്യൂളിൽ ടോപ്പിക്സ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം, DTFT, ഇസഡ് ട്രാൻസ്ഫോം, ഇതെല്ലാം ഡിഫറെൻറ്റ് ട്രാൻസ്ഫോംസ് ആണ്. അപ്പോൾ ആ ട്രാൻസ്ഫോംസിനകത്ത് ഓരോ ട്രാൻസ്ഫോംസിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ സിലബസിൽ 4 ട്രാൻസ്ഫോംസ് പഠിക്കാനുണ്ട്. അതിൽ ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും CT സിസ്റ്റത്തിൽ അനലൈസ് ചെയ്യാനും, DTFTയും ഇസഡ് ട്രാൻസ്ഫോമും DT സിസ്റ്റത്തിന് അനലൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോംസ് ആണ്. നമ്മൾ ട്രാൻസ്ഫോം പഠിക്കുമ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പഠിക്കേണ്ടത്? അപ്പോൾ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അതുപോലെ തന്നെ ഒരു ഇൻവേഴ്സ് ഇക്വേഷൻ കാണും. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇസഡ് ട്രാൻസ്ഫോമും വരുമ്പോഴത്തേക്ക് ഇൻവേഴ്സ് ഇക്വേഷൻ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത്. രണ്ടിനും ഇൻവേഴ്സ് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ട്രാൻസ്ഫോംസിൻ്റെ സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ ട്രാൻസ്ഫോംസ് ഫൈൻഡ് ഔട്ട് ആണ്. ഇപ്പോൾ ഏതെടുത്താലും ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് സിഗ്നൽസ്. അപ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് സിഗ്നൽസ് സെയിം ആയിരിക്കും. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ സിഗ്നൽ, സിനുസോയ്ഡൽ സിഗ്നൽ, അങ്ങനത്തെ ഉള്ള ഇമ്പൾസ് സിഗ്നൽ, അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡ് സിഗ്നൽസ് സെയിം ആണ്. അതിൻ്റെ ട്രാൻസ്ഫോംസ് ഓക്കെ. അപ്പോൾ ഇതെല്ലാം ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കുകയാണെങ്കിൽ, ഇസഡ് ട്രാൻസ്ഫോം പഠിക്കുകയാണെങ്കിലും, നമ്മൾ FT പഠിക്കുകയാണെങ്കിലും, DTFT പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്ഫോം ഇക്വേഷൻ പഠിക്കണം, ഇൻവേഴ്സ് ഇക്വേഷൻ പഠിക്കണം, സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ ട്രാൻസ്ഫോം പഠിക്കണം, പ്രോപ്പർട്ടീസ് പ്രൂഫ് പഠിക്കണം, ട്രാൻസ്ഫോം പെയേഴ്സ് പഠിക്കണം, അതുപോലെ finding transform using properties,
ഫൈൻഡിങ് ട്രാൻസ്ഫോം ഓഫ് ഗിവൺ വേവ് ഫോം, ഇത്രയും കാര്യങ്ങൾ ഏതൊരു ട്രാൻസ്ഫോം എടുത്താലും നമ്മൾ പഠിക്കുന്നതായിട്ട് വരും. ഇപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ ഈ ട്രാൻസ്ഫോംസും അതുപോലെ അതും തമ്മിലുള്ള റിലേഷൻസും ട്രാൻസ്ഫോം പെയേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ ഒരു സിംഗിൾ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിലും ഇസഡ് ട്രാൻസ്ഫോം ആണെങ്കിലും അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം, DTFT, ഇത്രയും ട്രാൻസ്ഫോംസിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു അനാലിസിസ് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ അനാലിസിസ് ഉണ്ട്, ഇവിടെ DTFT അനാലിസിസ് ഉണ്ട്, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് ഉണ്ട്. അപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ പഠിക്കുന്ന കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം, ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ഫോംസ്. അതിൽ അനാലിസിസ് പഠിക്കാനുണ്ട്. ഈ 4 എണ്ണത്തിൻ്റെയും അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ മൊഡ്യൂളിലായിട്ടാണ് വരുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്ന 2 ട്രാൻസ്ഫോംസിൻ്റെ അനാലിസിസ് ആണ് വരുന്നത് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 മൊഡ്യൂൾ വരുമ്പോഴത്തേക്ക് DTFT അനാലിസിസ്, ഇസഡ് ട്രാൻസ്ഫോം അനാലിസിസ്, അങ്ങനെയാണ് വരുന്നത്. ഈ അനാലിസിസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റെബിലിറ്റി കോസാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ഒരു ട്രാൻസ്ഫോമിൻ്റെ അനാലിസിസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അതിൽ ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും മെയിൻലി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും. അതായത് നമുക്കറിയാം കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നൊട്ടേഷൻ വരുന്നത് x ഓഫ് ഒമേഗ ആണ്. DTFT വരുമ്പോഴത്തേക്ക് x(e⁻j⁻) ആണ്. ഇവിടെ രണ്ടിടത്തും എന്താണ്, ഒമേഗയാണ് ഫ്രീക്വൻസി ടേം. അതുകൊണ്ടാണ് ആ 2 ട്രാൻസ്ഫോംസ് വെച്ചിട്ട് നമ്മൾ നോർമലി ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യനിൽ ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും വെച്ചിട്ട് സ്റ്റെപ്പ് റെസ്പോൺസും ഔട്ട്പുട്ടൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. പക്ഷേ മെയിൻലി നമ്മൾ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറിയർ ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റിൻ്റെ കേസ് ആണെങ്കിലും കണ്ടിന്യൂസിൻ്റെ കേസ് ആണെങ്കിലും ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ഉള്ളതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രാൻസ്ഫോംസിൻ്റെ ഈ x(ω)യുടെയും x(e⁻j⁻)യുടെയും മെയിൻ എയിം എന്ന് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം ഇല്ല, അത് വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, ഔട്ട്പുട്ട് റെസ്പോൺസ്, സ്റ്റെബിലിറ്റി കോസാലിറ്റി, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെയും ഇസഡ് ട്രാൻസ്ഫോമിനെയും യൂണിവേഴ്സൽ ട്രാൻസ്ഫോം എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഓരോ മോഡ്യൂൾ പഠിക്കുമ്പോഴും അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ട്രാൻസ്ഫോം പഠിക്കുമ്പോഴും അതിൻ്റെ മെത്തേഡ്സ്, ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതേ മെത്തേഡ് തന്നെയാണ് DTFT യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്താ ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നോ അത്രയും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ആ പ്രൊസീജിയറൊക്കെ സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ റെസ്പോൺസ് അല്ലെങ്കിൽ കൺവല്യൂഷൻ, സ്റ്റെപ്പ് റെസ്പോൺസ്, ഇതൊക്കെ നമ്മൾ ഒരു ട്രാൻസ്ഫോം, സപ്പോസ് നമുക്കിപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ആ സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് ലാസ്റ്റ് മോഡ്യൂളിലും DT സിസ്റ്റത്തിൽ വരുമ്പോഴും നമ്മൾ ആ ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DTFT അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് ട്രാൻസ്ഫോംസിൻ്റെ കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും ഉണ്ട്. ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് നമ്മളുടെ മൊഡ്യൂൾ 2-ലും അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് മൊഡ്യൂൾ 4-ലുമാണ്. അത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ചാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അനാലിസിസ് ഇല്ല, അതുപോലെ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്, അതിൻ്റെ കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് ലാസ്റ്റ് പഠിച്ചാലും മതി. ഇത്രയും ആദ്യമേ ഈ ട്രാൻസ്ഫോംസും അതിൻ്റെ അനാലിസിസും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രയും ക്ലിയർ ആയോ? ഓരോ ട്രാൻസ്ഫോംസിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതും അതുപോലെ ആ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നതും ആണ് ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്.
ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളുടെ ബിടെക് മേഡീസിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു ഇത്രയും വീഡിയോസ് ഓൾറെഡി അപ്ലോഡാണ്, കുറച്ച് എക്സാം ഓറിയൻറ്റഡ് വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോസിനെ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഓരോ മോഡ്യൂളിലും നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മോഡ്യൂൾ 1 എലിമെൻ്ററി സിഗ്നൽസ് CT/DT ആണ് ഫസ്റ്റ് വരുന്നത്. അത് CTയും DTയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വരുന്നത് ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് ടൈം ബേസ് ചെയ്തും ആംപ്ലിറ്റ്യൂഡ് ബേസ് ചെയ്തും ആണ് ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റാമ്പും ഇമ്പൾസിൻ്റെയും സിഗ്നലിൻ്റെ സ്കെച്ചിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡാണ്, അതും വാച്ച് ചെയ്യുക. അതിനുശേഷം വരുന്നത് സ്കെച്ചിങ് ഓഫ് സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽസ് നമ്മൾ പഠിക്കുന്നത് സിഗ്നൽസ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി. അത് വിത്ത് ട്രിക്സ് ഉള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു 4 to 5 പാർട്സ് തന്നെ ഉണ്ട് സിഗ്നൽ സ്കെച്ചിങ്ങിൻ്റെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 1 എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് സിഗ്നൽ സ്കെച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് സിഗ്നൽസ് തരും, അതിനെയാണെങ്കിൽ കോമ്പിനേഷനിൽ ഡ്രോ ചെയ്യാനും ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് സ്കെച്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. അത് വിത്ത് ട്രിക്സ് ഉള്ള വീഡിയോയുണ്ട്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് അനുസരിച്ചിട്ട് 2 രീതിയിലും നമുക്ക് സിഗ്നൽ സ്കെച്ച് ചെയ്യാനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാം. അതിനുശേഷം വരുന്നത് സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്കാണ്. അതായത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റത്തിൻ്റെ കേസിലാണ് വരുന്നത്. ആ ടോപ്പിക്സും നമ്മൾ CTയും DTയും കമ്പൈൻ ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്ക് ബേസിക്കലി ഈ 5 വരുന്നത്. സ്റ്റാറ്റിക്, ഡൈനാമിക്, കോസൽ, നോൺ കോസൽ, ടൈം വേരിയിങ്, ടൈം ഇൻവേരിയൻറ്റ്, ലീനിയർ, നോൺ ലീനിയർ, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ഇങ്ങനത്തുള്ള സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്ക്. അതും എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും കുറച്ച് എക്സ്പ്രഷൻസ് തരും. അപ്പോൾ അത് ആ സിസ്റ്റം സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ കോസൽ നോൺ കോസൽ ആണോ അങ്ങനെ ചെക്ക് ചെയ്യാൻ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ CT/DT കമ്പൈൻ ചെയ്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായിരിക്കും നിങ്ങൾ കുറച്ചും കൂടെ ബെനിഫിറ്റ് വരുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഏകദേശം പ്രൊസീജിയറൊക്കെ സെയിം തന്നെ വരുന്നത്, അതുകൊണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കേസിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സിസ്റ്റം സ്റ്റെബിലിറ്റി ചെക്കാണ്. അതിൻ്റെയും ഡിഫറെൻറ്റ് കാറ്റഗറീസ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചിലപ്പോൾ കുറച്ച് ഫങ്ഷൻസ് വന്നിട്ട് ഈ ഓരോ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ 1-2 പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ലീനിയർ ആണോ ടൈം വേരിയിങ് ആണോ അങ്ങനത്തെ ഉള്ള പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഇതും സ്ഥിരം ഒരു എസ്സേ ക്വസ്റ്റ്യൻ പാർട്ടാണ്. പിന്നെ ലീനിയറും ടൈം ഇൻവേരിയൻസും രണ്ടും കൂടെ ഒബേ ചെയ്യുന്നതിന് നമ്മൾ LTI സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം എന്ന് പറയും. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വീഡിയോയിൽ CTയും DTയും കമ്പൈൻ ചെയ്ത് മാക്സിമം എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ 1 വരുന്നത് സിഗ്നലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതും CT ഉണ്ട് DT ഉണ്ട്, അതും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി വരുന്നത് പീരിയോഡിക്, നോൺ പീരിയോഡിക് സിഗ്നൽ, ഈവൻ, ഓഡ് സിഗ്നൽ, കോസൽ, നോൺ കോസൽ സിഗ്നൽ, എനർജി സിഗ്നൽ, പവർ സിഗ്നൽ, ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽ, റാൻഡം സിഗ്നൽ, ഇങ്ങനെ സിഗ്നൽസിന് CT/DTയിൽ ഇത്രയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കോസൽ നോൺ കോസൽ സിസ്റ്റത്തിലും വരുന്നുണ്ട്, സിഗ്നലിലും വരുന്നുണ്ട്, നോക്കിക്കോണം. ഇപ്പോൾ കോസൽ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടാണ് കോസൽ നോൺ കോസൽ വരുന്നത്. ഇനി ഇതിനകത്ത് സിഗ്നൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും പീരിയോഡിക്, നോൺ പീരിയോഡിക് അതിൽ നിന്ന് പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ തരും, പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് CTക്കും DTക്കും ഓരോ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പീരിയോഡിസിറ്റി ചെക്ക് ഓഫ് CT സിസ്റ്റം ഒരു വീഡിയോ, പീരിയോഡിക് ചെക്ക് ഓഫ് DT സിഗ്നൽ ഒരു വീഡിയോ, അങ്ങനെ 2 വീഡിയോസായിട്ടാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പീരിയോഡിക്, നോൺ പീരിയോഡിക്, അത് പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ ചോദിക്കും. പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെന്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. CTയുടെ കേസിലും ചോദിക്കും, അതുപോലെ DTയുടെ കേസിലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ, അത് ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും സ്കെച്ച് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ,
പിന്നെ വരുന്നത് എനർജി ആൻഡ് പവർ സിഗ്നൽ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എനർജി സിഗ്നൽ ആൻഡ് പവർ സിഗ്നൽ. അതും നമ്മൾ 2 വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എനർജി പവർ CTയുടെ കേസിൽ, ഒന്ന് സെക്കൻഡ് എനർജി പവർ DTയുടെ കേസിൽ. അതും വിത്ത് ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എനർജി ആൻഡ് പവർ സിഗ്നൽ. അതിൽ നിന്ന് സ്ഥിരം എക്സാംസിന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നല്ല ഫോക്കസ് ചെയ്തിട്ടാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ട്രിക്സ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കാണുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം ആണ്. അതൊന്നും ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക്, ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ റാൻഡം. അങ്ങനെയാണ് ഈ സിഗ്നൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതും CTയും DTയും ഉണ്ട്. കമ്പൈൻഡ് ആയിട്ട് നോക്കി പഠിക്കുക. SA ടോപ്പിക് ഏരിയ ആണ്. അതുപോലെ ഇതുപോലത്തുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഗിവൺ സിഗ്നൽ എനർജി ആണെങ്കിൽ അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ, പവർ ആണെങ്കിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യുക. ഓക്കെ, ഇനിയും ആ മൊഡ്യൂൾ 1 വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മളെ കൺവല്യൂഷൻ ഇൻ്റഗ്രൽ. CTയുടെ കേസിൽ കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, DTയുടെ കേസിൽ ലീനിയർ കൺവല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ എന്ന് പറയും. ഇത് ഒരു SA ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്ക്. അതിൽ നിന്ന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൺവല്യൂഷൻ ഇൻ്റഗ്രൽ ഏകദേശം ഒരു 5 പാർട്സോളം വീഡിയോസ് അപ്ലോഡാണ്. ഇത് SA ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ്റെയും നമ്മൾ 3 പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അതിനകത്ത് ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ്, ലീനിയർ കൺവല്യൂഷൻ ടൈപ്സിലെ ടോപ്പിക്സ് അപ്ലോഡാണ്. അതും SA ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോറിലേഷൻ, സ്മോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കോറിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തോഗണാലിറ്റിയും ഒരു തിയറി ടോപ്പിക്കാണ്. അതിൻ്റെയും വീഡിയോസ് അപ്ലോഡാണ്. ഇത്രയാണ് നമ്മളെ മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇച്ചിരി ലെന്തിയർ മോഡ്യൂളാണ്, പക്ഷേ ഇതാണ് നമ്മുടെ സിഗ്നൽസിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. പല കേസിലും നമുക്കിപ്പം ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ പീരിയോഡ്സിറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സിഗ്നൽ സ്കെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സിഗ്നൽസിൻ്റെ ക്വസ്റ്റ്യനകത്ത് ചില ടോപ്പിക്സ് ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പം ആ ബേസിക്സ് വരുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലെന്തിയർ ആണെങ്കിലും അത് നമ്മൾ രണ്ടും കൂടെ CT DT കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയാണ് മെയിൻ ടോപ്പിക്സ്. സിഗ്നൽ സ്കെച്ചിങ് SA ടോപ്പിക്കാണ്. അതുപോലെ സിസ്റ്റം പ്രോപ്പർട്ടീസ് ചെക്ക് SA ടോപ്പിക്കാണ്. സിഗ്നലിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് SA ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ കൺവല്യൂഷൻ, ലീനിയർ കൺവല്യൂഷൻ, ഇതും SA ടോപ്പിക്കാണ്. മൊഡ്യൂൾ 1 നമ്മൾ 34 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ വാച്ച് ചെയ്ത് പോവുക, യൂസ്ഫുൾ ആയിരിക്കും. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എലിമെൻ്ററി സിഗ്നൽസ്, ഓപ്പറേഷൻസ് ഓഫ് സിഗ്നൽ, അത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വാച്ച് ചെയ്യാം. അതിനുശേഷം സിഗ്നൽ സ്കെച്ചിങ്ങിൻ്റെ വീഡിയോസ് ആ ഒരു സെറ്റ് വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ സിസ്റ്റം പ്രോപ്പർട്ടി ചെക്ക് നെക്സ്റ്റ് ഒരു ടൈമിൽ അത് വാച്ച് ചെയ്യുക ആ ഒരു രീതിയിൽ. അതിനുശേഷം സിഗ്നൽ ക്ലാസിഫിക്കേഷന്, പിന്നെ കൺവല്യൂഷൻ, അങ്ങനെ ഒരു 6 പാർട്സ് ആയിട്ട് നമുക്ക് ടൈം ഡിവൈഡ് ചെയ്ത് ആ വീഡിയോസ് വാച്ച് ചെയ്യാം. നെക്സ്റ്റ് മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 2 ഓൾറെഡി പറഞ്ഞു, നമുക്ക് 2 ട്രാൻസ്ഫോംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫോറിയർ ട്രാൻസ്ഫോമും, സെക്കൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോമും. പിന്നെ ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ഉണ്ട്. നിങ്ങൾ ലാസ്റ്റത്തേക്ക് നോക്കിയാൽ മതി. കാരണം നമുക്കിപ്പം ഓപ്ഷൻസ് കിട്ടും. അതുപോലെ തന്നെ 70 മാർക്സ് മതി ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ലാസ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മോഡ്യൂൾ 2 ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമുമാണ്. അതിൽ ഈ ഫോറിയർ ട്രാൻസ്ഫോം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ ട്രാൻസ്ഫോംസിൻ്റെ കേസിൽ ഈ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും വരുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് നമ്മൾ റിയൽ ലൈഫിൽ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ റെക്റ്റ് ഫംഗ്ഷൻ, ട്രയാങ്കുലർ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എപ്പോഴും സ്ഥിരം എക്സാംസ് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പേയേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഈ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസും ഒരു സെറ്റ് 1, 2, 3, 4 അങ്ങനത്തുള്ള സെറ്റായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെറ്റിലും സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും, അത് ഗ്രാസ്പ് ചെയ്ത് പോകാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോം, ഇപ്പോൾ ട്രാൻസ്ഫോമിൻ്റെ പേയേഴ്സ്, പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടീസ് ബേസ്ഡുള്ള പ്രോബ്ലമും ഇതെല്ലാം നമുക്ക് സിമിലർ ആണ് ഓരോ ട്രാൻസ്ഫോംസ് വരുമ്പോഴും.
അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ ട്രാൻസ്ഫോംസും അതിൻ്റെ റിലേഷനും വെച്ചിട്ടുള്ളൊരു സ്ലൈഡ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബേസിക്കലി മൊഡ്യൂൾ 2 ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വരുന്നത്. അതിൽ റെക്റ്റ് ഫംഗ്ഷൻ, ട്രയാങ്കിൾ ഫംഗ്ഷൻ എപ്പോഴും സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് പേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് നമ്മൾ എല്ലാ ട്രാൻസ്ഫോംസിലും പഠിക്കുന്ന സെയിം പ്രോപ്പർട്ടീസ് ആണ്. ലീനിയാരിറ്റി, ടൈം ഇൻവേരിയൻസ്, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആ പ്രോപ്പർട്ടീസ് ബേസ് ഉള്ള പ്രോബ്ലംസും പിന്നെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം സെറ്റും. ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കുറച്ച് സിഗ്നൽസ് തന്നിട്ട് ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് ചോദിക്കാം. ഓക്കെ, അങ്ങനത്തുള്ള ടോപ്പിക്സ് ആണ് ഈ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ബേസിക്കലി വരുന്നത്. ഈ മോഡ്യൂളിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ട്രാൻസ്ഫോമാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ്. അത് വരുമ്പോഴത്തേക്ക് ROC ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ROC. അതിൻ്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക്. പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഫങ്ഷൻസ്, പെയേഴ്സിൻ്റെ പ്രൂഫ്, അത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ബേസ്ഡുള്ള പ്രോബ്ലംസ്, പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം പ്രോബ്ലം സെറ്റ്. ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം ചോദിക്കുന്നത്. അതും ഈ ഫോറിയർ ട്രാൻസ്ഫോം പോലെ ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെറ്റിലും സിമിലർ വരുന്ന പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഒരു പീരിയോഡിക് സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗർ വരും, പീരിയോഡിക് ആയിട്ടുള്ള ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു സിഗ്നൽ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അത് നമ്മളൊരു 3 വീഡിയോസ് എല്ലാ കാറ്റഗറിയും വരുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പം ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഈ ROC ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ആ വീഡിയോസിനകത്താണെങ്കിലും ഓരോന്നിൻ്റെയും ROC എന്തുകൊണ്ടാണ് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ലെഫ്റ്റ് വരുന്നത്, റൈറ്റ് സൈഡിൻ്റെ റൈറ്റ് വരുന്നത്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ നെറ്റ്വർക്കിലൊക്കെ പഠിച്ച പോലത്തുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് ബേസിക് പേയേഴ്സ് ഉണ്ട്. ഇപ്പം ഡെൽറ്റ ടിൻ്റെത് 1, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടിയുടെ ω/s² + ω², കോസ് വരുമ്പം S/s² + ω². അപ്പം അതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ട്. പ്രൂഫൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്സിലാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ROCയുടെ കാര്യം ചെയ്യണം, അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രൂഫ് പഠിക്കണം, അത് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കണം. പിന്നെ കുറച്ച് പ്രോബ്ലം സെറ്റ് ഉണ്ട്, ആ പ്രോബ്ലംസ് നോക്കണം. പിന്നെ പീരിയോഡിക് സിഗ്നൽസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന 3 വീഡിയോസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 2 പഠിക്കേണ്ടത്. നെക്സ്റ്റ് മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ഈ പഠിച്ച 2 ട്രാൻസ്ഫോംസിൻ്റെ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അനാലിസിസിൽ ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നു, അനാലിസിസ് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ കേസിലും വരുന്നത്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആകുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി റെസ്പോൺസും കൺവല്യൂഷനാണ് മെയിൻലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, കൺവല്യൂഷൻ, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ വേരിയസ് ROCs ചോദിക്കും. പിന്നെ കോസാലിറ്റി, സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് അനാലിസിസ് ഓഫ് FT/CTക്കകത്ത് വരുന്ന ടോപ്പിക്സ്. അതിൽ ഈ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും കൺവല്യൂഷനും, ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സൽ ട്രാൻസ്ഫോം ആണ്. അത് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, കൺവല്യൂഷൻ, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, കോസാലിറ്റി, സ്റ്റെബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട്. ഈ വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മോഡ്യൂൾ 3 അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു തിയറി പോർഷനാണ്. ഡയറക്റ്റ് നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് സാമ്പിളിംഗ് തിയറം ആൻഡ് പ്രൂഫ്, അതുപോലെ നൈക്വിസ്റ്റ് അതിൻ്റെ പ്രോബ്ലംസും. ഈ ഏരിയയും ടോട്ടലി നമ്മളെ വീഡിയോസിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ മോഡ്യൂൾ 3 ഡയറക്റ്റ് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ഈ സാമ്പിളിംഗ് തിയറം, നൈക്വിസ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് മോഡ്യൂൾ 3 വരുന്നത്. അതായത് ഈ 2 ട്രാൻസ്ഫോംസിൻ്റെ അനാലിസിസും പ്ലസ് സാമ്പിളിംഗ് തിയറം, ഇറ്റ്സ് പ്രൂഫ് ആൻഡ് നൈക്വിസ്റ്റ്. ഇനി വരുന്ന ലാസ്റ്റ് 2 മോഡ്യൂൾസ് ആണ്.
നമ്മളുടെ ഇസഡ് ട്രാൻസ്ഫോമും DTFT. ഇതിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ മൊഡ്യൂൾ 5 എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം ആദ്യം നന്നായിട്ട് പഠിക്കുക, അതായിരിക്കും ബെറ്റർ. അതിനുശേഷം DTFT ആ മൊഡ്യൂളിൽ കവർ ചെയ്യുക. ഇപ്പം മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കാനുള്ളത് ഇസഡ് ട്രാൻസ്ഫോം ആണ്. ഇത് രണ്ടും DT സിസ്റ്റത്തിൻ്റെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് ട്രാൻസ്ഫോംസ് ആണ്. ഒന്ന് ഇസഡ് ട്രാൻസ്ഫോമും സെക്കൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും. നമ്മളിപ്പോൾ CTയുടെ കേസിൽ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും എങ്ങനെയാണോ നമുക്ക് യൂസ് വരുന്നത് അതുപോലെ തന്നെയാണ് DT സിസ്റ്റത്തിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും യൂസ് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഫുൾ മൊഡ്യൂൾ 5 അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾ 4 പോകുന്നതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എല്ലാ കാറ്റഗറി പ്രോബ്ലംസും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും, കാരണം ഇപ്പോൾ ഇസഡ് വരുന്നതുകൊണ്ട്. പക്ഷേ DTFT വരുമ്പോഴത്തേക്ക് e⁻j⁻ വരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പം ചില സ്റ്റാൻഡേർഡ് പേയേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം റിസൾട്ട് പഠിച്ചു വെക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഇസഡ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇസഡിന് e⁻j⁻ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് DTFT കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് U(n)ൻ്റെ ഇസഡ് ട്രാൻസ്ഫോം അറിയാം, z/z-1 ആണ്. ഓക്കെ, U(n)ൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ്. U(n)ൻ്റെ DTFT എന്ന് പറയുന്നത് ഈ ഇസഡിന് നമ്മൾ e⁻j⁻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് കിട്ടും, e⁻j⁻ ഡിവൈഡ് ബൈ e⁻j⁻-1. പക്ഷേ നമുക്കിപ്പം ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ DTFT ഇത് പഠിച്ചു വെക്കാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ e⁻j ഒക്കെ വരുന്നതുകൊണ്ട്. പക്ഷേ ഇസഡ് ഈ റിസൾട്ട് പഠിച്ചു വെക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് ബേസിക് സിഗ്നൽസിൻ്റെ കേസ് ആണെങ്കിലും, ഇപ്പോൾ ഇമ്പൾസ് ആണെങ്കിലും, സ്റ്റെപ്പ് ആണെങ്കിലും, റാമ്പ് ആണെങ്കിലും, കോസ് ആണെങ്കിലും, സൈൻ ആണെങ്കിലും, നമ്മൾ കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ് നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പം. അപ്പോൾ അതറിയാമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇസഡിന് e⁻j⁻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറസ്പോണ്ടിങ് DTFT കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ മൊഡ്യൂൾ 5 നന്നായിട്ട് അങ്ങ് പഠിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DTFTയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ഇന്നും കൂടെ വരും, നമുക്ക് ROC വരും. ഓക്കെ, ROC വരും. ഓക്കെ, അപ്പം ROC നമുക്കിപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ROC നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROCയും പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ DTFT വരുമ്പോഴത്തേക്ക് നമുക്ക് ROC മെൻഷൻ ചെയ്യേണ്ടി വരത്തില്ല, അതായത് ഇങ്ങനെ ഡയഗ്രാം ചെയ്ത് കണ്ടുവരത്തില്ല, കാരണം അതിൻ്റെ ആ ഒരു സമ്മേഷൻ കൺവേർജ് ആണോ എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ROCയും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് വരും. അതുപോലെ ഡിഫറെൻറ്റ് ROCയുടെ കേസിൽ ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അപ്പം നമ്മൾ ടഫായിട്ടുള്ള കാര്യം ആദ്യം പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DTFT അതായത് മൊഡ്യൂൾ 4 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ചാനലിൽ മൊഡ്യൂൾ 5 25 വീഡിയോസും മൊഡ്യൂൾ 4 10 വീഡിയോസായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ 25 വീഡിയോസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ 25 വീഡിയോസിൻ്റെയും കണ്ടൻസ് ഏകദേശം ഈ 10 വീഡിയോസിൽ നമ്മൾ DTFTക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് 3 മോഡ്യൂൾസിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് എന്തിലേക്ക് പോവുക, ഈ ലാസ്റ്റ് മോഡലിലേക്ക് പോവുക. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും 2 സീരീസ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് പഠിക്കുക, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഈ മൊഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേഴ്സ് പഠിക്കാനുണ്ട്, സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം അത് ഒറ്റ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈസി സ്റ്റെപ്സ് വെച്ചിട്ട്. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ. അതിൽ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഇപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രൂഫ് അറിയാമെങ്കിൽ സെയിം പ്രൊസീജിയറാണ് DTFT വരുമ്പോഴും എന്ത് ചെയ്യുന്നത്, കൺവല്യൂഷൻ്റെ പ്രൂഫ് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സെയിം പ്രൊസീജിയറാണ്. പിന്നെ ഇസഡ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സെറ്റ് ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ കാറ്റഗറി പ്രോബ്ലംസ് ഒരു സെറ്റ് വരുന്ന രീതിയിലാണ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമിലർ ആണ്. നമ്മളിപ്പോൾ എന്താണ്ട് ഇതിപ്പം നിങ്ങൾ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ വരുന്നത് കണ്ടോ. ആദ്യമേ ഇസഡ് ട്രാൻസ്ഫോം, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പെയേഴ്സ്, അതുപോലെ തന്നെ ഇപ്പം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി സെറ്റ്, ആ ഫോമിൽ തന്നെയാണ് നമ്മൾ എല്ലാ ടോപ്പിക്സിലും
സെയിം പ്രൊസീജിയറിലാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അനാലിസിസ് വരുന്നുണ്ട്. അനാലിസിസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാലിസിസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എന്തൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റിയോ അത്രയും കാര്യങ്ങൾ DT സിസ്റ്റത്തിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, കൺവല്യൂഷൻ, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ വേരിയസ് ROCs, കോസാലിറ്റി, സ്റ്റെബിലിറ്റി, പിന്നെ അതുപോലെ പോൾ സീറോ പ്ലോട്ട് ചെയ്യാനും പറ്റും. ഇതാണ് അനാലിസിസ് പാർട്ട് വരുന്നത്. ഇത്രയാണ് നമ്മളുടെ മോഡ്യൂൾ 5 വരുന്നത്. ഇസഡ് ട്രാൻസ്ഫോമും അതിൻ്റെ അനാലിസിസും ആണ് വരുന്നത്. അതിൽ കോസാലിറ്റി, സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈസി കൺസെപ്റ്റാണ്. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് മോഡ്യൂൾ 4 പോകാം. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമിന് വരും DTFT, അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. DTFT ഓഫ് സ്റ്റാൻഡേർഡ് സിഗ്നൽ സെയിം തന്നെയാണ്. സ്റ്റാൻഡേർഡ് സിഗ്നൽ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, കൺവല്യൂഷൻ, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് DTFT ഫൈൻഡ് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലം സെറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് മോഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ അതിനകത്ത് അനാലിസിസിനകത്ത് കുറച്ചേ വരത്തുള്ളൂ. കാരണം മെയിൻലി നമ്മൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ചെയ്ത പോലെ ഫ്രീക്വൻസി റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഫേസ്, പിന്നെ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസും ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ലാസ്റ്റ് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്ത് പോവുക. മോഡ്യൂൾ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സെറ്റ് നിങ്ങൾക്കത് വീഡിയോ ആ പ്ലേലിസ്റ്റ് കാണുമ്പോൾ ആ സെറ്റ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സാണ്. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ സിഗ്നൽ ക്ലാസിഫിക്കേഷൻ, പീരിയോഡിക്, നോൺ പീരിയോഡിക്, ഇതെല്ലാം ഒരു സെറ്റായിട്ട് നോക്കുക. കൺവല്യൂഷൻ ഒരു സെറ്റായിട്ട് നോക്കുക. അതിനുശേഷം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസും പെയേഴ്സും അതെല്ലാം നോക്കുക. എന്നിട്ട് അടുത്ത സെറ്റിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ഒരു സെഷനിൽ ഈ ഫോറിയർ ട്രാൻസ്ഫോം റിലേറ്റഡ് അനാലിസിസിൻ്റെ കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് സെഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുള്ള അനാലിസിസിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ 5th മോഡ്യൂളിൽ ഇസഡ് ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒരു സെറ്റ് നോക്കുക. പിന്നെ അതിൻ്റെ അനാലിസിസ് കാര്യങ്ങൾ നെക്സ്റ്റ് സെറ്റ് നോക്കുക. അതേപോലെ കമ്പയർ ചെയ്ത് DTFTയുടെ ടോപ്പിക്സ്, അതിൻ്റെ അനാലിസിസ്. ഇപ്പോൾ വീഡിയോസിന് എണ്ണം കുറഞ്ഞ് നിങ്ങൾ മോഡ്യൂൾ 4 ആദ്യം കയറി നോക്കരുത്. കാരണം മോഡ്യൂൾ 4 പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 5 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത് മോഡ്യൂൾ 4 വീഡിയോ കണ്ടന്റ് കുറഞ്ഞത്. ഇനി കുറച്ച് വീഡിയോസും കൂടെ എക്സാം ഓറിയന്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോസ് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ വാച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഈ 4 ട്രാൻസ്ഫോംസും അതിൻ്റെ അനാലിസിസുമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു സ്ലൈഡ് ഞാനിപ്പം ഷെയർ ചെയ്യാം. അതിനകത്ത് ഈ ഓരോ ട്രാൻസ്ഫോംസിൻ്റെയും പ്രോപ്പർട്ടീസും പ്രൂഫും ഒക്കെ എങ്ങനെ വരുന്ന കാര്യങ്ങളും അതുപോലെ എല്ലാ ഇക്വേഷൻസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്യാം. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഞാൻ പറഞ്ഞ കണ്ടന്റ്. അപ്പം അതിനകത്ത് ഫസ്റ്റ് കണ്ട ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ. നമുക്ക് 2 റെപ്രസെൻറ്റേഷൻസാണ് ഉള്ളത്, CTയും DTയും. CTക്ക് അത് വരുന്നതാണ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസും. ഇത് ലാസ്റ്റ് പഠിക്കാൻ പറഞ്ഞത് ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ ആണ്. ഒന്ന് ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻ കേസ് ഓഫ് CT, DTFT ഇസഡ് ട്രാൻസ്ഫോം ഇൻ കേസ് ഓഫ് DT. ഇനി ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഡോക്ക് നമ്മളെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ എക്സ്പ്രഷനാണ്. അത് ട്രിഗണോമെട്രിക്കും വരും, എക്സ്പോണൻഷ്യലും വരും. അതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് എല്ലാ ഇക്വേഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ CTക്കകത്ത് വരുന്ന 2 സീരീസ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം, അതിൻ്റെ കമ്പാരിസൺ എങ്ങനെ വരുന്നത്, കമ്പൈൻ ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റും. അതുപോലെ ഈ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷന്, അതിൻ്റെ നൊട്ടേഷൻസ്, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷന്, നൊട്ടേഷൻസ്, ഓരോ ട്രാൻസ്ഫോമിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അനാലിസിസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്നത് ROC ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ROCയും അതുപോലെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ROCയും സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ എക്സ്പ്രഷനും അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം എല്ലാം കമ്പൈൻ ചെയ്ത് സിംഗിൾ ഒരു കമ്പാരിസൺ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിരിക്കും. ആ സിഗ്നൽസ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ, ഡബിൾ സൈഡിൽ വരുന്ന കേസിൽ.
അപ്പോൾ ഇത് നമ്മളുടെ സീരീസ് റെപ്രസെൻറ്റേഷൻ, ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ, CTFS, DTFS, ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് 4 ട്രാൻസ്ഫോംസ്, നോൺ പീരിയോഡ് സിഗ്നലിൻ്റെ കേസിലാണ് അത് വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ, അതിനകത്ത് ട്രിഗണോമെട്രിക് ഫോമിൻ്റെ ഇക്വേഷൻസ്, നെക്സ്റ്റ് എക്സ്പോണൻഷ്യൽ ഫോം, 2 ഫോമുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് DTയുടെ കേസിൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ CK എന്ന് പറയുന്നതാണ് ഫോറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് സ്ഥിരം ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ സാധാരണ ഇൻവേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാറില്ല, പകരം പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ROCയുടെ കാര്യങ്ങൾ, ROCയുടെ കൺവേർജൻസ് കണ്ടീഷൻസ്, പിന്നെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷന്, അതിൻ്റെ കൺവേർജൻസ്, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ROCയുടെ ഡീറ്റെയിൽസ്, പിന്നെ ലാസ്റ്റ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ കൺവേർജൻസ് കണ്ടീഷന്. നെക്സ്റ്റ് വരുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROCയുടെ കമ്പാരിസണ്, ഓരോ ട്രാൻസ്ഫോംസിനും പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അനാലിസിസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഇത് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്, അതായത് ഓരോ ട്രാൻസ്ഫോംസും അതിൻ്റെ പ്രോപ്പർട്ടീസാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ 2 ട്രാൻസ്ഫോംസ്, ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും, ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോമും DTFT. ഓക്കെ, അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പഠിക്കേണ്ട ബേസിക് പ്രോപ്പർട്ടീസ് സെയിം തന്നെയാണ്. അതായത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി, സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി, അങ്ങനെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതെല്ലാം നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് സിംഗിൾ സ്ലൈഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അതിനകത്ത് നൊട്ടേഷൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി പ്രോപ്പർട്ടി ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് ഈ സ്ലൈഡ് നമുക്ക് എല്ലാ ട്രാൻസ്ഫോംസിലും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടീസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ പ്രോപ്പർട്ടി നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ, പിന്നെ ദിസ് ഈസ് ഇൻ കേസ് ഓഫ് CTFT അതിൻ്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് DT സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ട്രാൻസ്ഫോംസിൻ്റെയും നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇപ്പം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ X(n) ഇസഡ് ട്രാൻസ്ഫോം X(z) ആണെന്ന് വെച്ചോ. അപ്പോൾ X(n-k)ൻ്റെത് Z(-k) X(z) ആണ്. ഇത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഇതെന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് DTFTക്ക് എന്തുണ്ട്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോഴത്തേക്ക് എന്ത് വരും? അതിൻ്റെ കേസിൽ ഇസഡിന് നമ്മൾ e⁻j⍵ കൊടുത്താൽ മതി. ഇപ്പോൾ എന്ത് വരും? e⁻−j⍵ X(e⁻j⍵) എന്ന് വരും. X(n-k) അതിൻ്റെ DTFT. ഓക്കെ, ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോൾ Z(-k) X(z) ആണ്. ഇസഡിന് e⁻j⍵ എടുക്കുമ്പോഴത്തേക്ക് DTFT എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് ആ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കാൻ പറ്റും. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡും സിമിലർലി കോറിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിഗ്നൽസിൻ്റെ സബ്ജക്റ്റിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഓരോ മോഡ്യൂളിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ടോപ്പിക്സിലും ഇപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പം ഇന്ന ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് എന്തൊക്കെയാണ് അനാലിസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ട് എന്തൊക്കെയാണ് അനലൈസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സിമിലർ പ്രൊസീജിയർ ആയിരിക്കും എല്ലാ ട്രാൻസ്ഫോംസിലും നമ്മൾ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആയിരിക്കും. ട്രാൻസ്ഫോം മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ സിഗ്നൽസിൻ്റെ സ്റ്റഡി പ്ലാന്. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. BTech BDC.